തുടർഭരണം വീണ്ടും വരാൻ പോകുന്നു. നിങ്ങൾ എഴുതി വെച്ചു കൂട്ട ആത്മഹത്യ കേരളത്തിൽ UDF-നകത്തും BJP-ക്കകത്തും നടക്കാൻ പോവാ. എഴുതി വെച്ചു. മുഖ്യമന്ത്രിയുടെ കുപ്പായ ഇട്ടവരൊക്കെ കയറ് എടുത്തോണ്ടിരുന്നു. ഇപ്പൊ കയർ കോൺഗ്രസിനാണ് ഞാൻ വന്നത്. ആ കയറ് എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, 100% കേരളത്തിലൊരു മൂന്നാം ഭരണം ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് മൂന്നാം ഭരണം വരാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. യാതൊരു സംശയമില്ല. വൻ തോൽവിയായ CPI-ന്റെ അയ്യപ്പ സംഗമത്തിനും പന്തളത്ത് വെച്ച് ഹിന്ദു സംഘടനകളുടെ വൻ വിജയമായ അയ്യപ്പ സംഗമത്തിനും ശേഷം സജി ചെറിയാൻ മന്ത്രിയുടെ ഒരു പ്രതികരണമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. എങ്ങനെയാണ് ചിരിക്കാതെ ഇത്രയും ഇദ്ദേഹം പറഞ്ഞൊപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്നത് പോലെ ഒന്നുമല്ല സംഭവം. CPM-നോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരിനോ ഉള്ള പിന്തുണയ്ക്ക് യാതൊരു വിധത്തിലുള്ള കുറവും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ യൂഷ്വൽ അല്ലാത്ത, എന്നാൽ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള തള്ളുകളും കൂടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം എപ്പോഴത്തെയും പോലെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ആരും പറയരുത് എന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് അടിച്ച് നമ്മൾ ചെയ്യുന്ന ഈ പരിപാടിനെ നിർത്തിക്കളയാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് അടിച്ചതിന്റെ ഫലമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം, അതിനെയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അതിപ്പോ കിട്ടാതിരിക്കുകയും നമ്മുടെ വീഡിയോന്റെ റീച്ച് തന്നെ, അതായത് ചാനലും വീഡിയോസും ഒന്നും കാണുന്ന ആളുകളിലേക്ക് എത്തുന്നില്ല, ആ രീതിയിൽ കുറച്ച് വെക്കുന്ന അളവിലും അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നതുകൊണ്ടാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ തുടർന്നും ഈ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കുക, സാമ്പത്തികമായി പിന്തുണയ്ക്കുക. ഇനി അങ്ങനെ സാധിക്കാത്തവര് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് സജി ചെറിയാന്റെ സൊറ പറച്ചിലേക്ക് വരാം. അവിടെ നടന്ന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്താണ്. ചില മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധാരണജനകമായി അവിടെ ആളില്ലായിരുന്നു പറഞ്ഞല്ലോ. ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് പുറത്തുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തുൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരാ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നതിലും ബഹുരസമായിട്ടാണ് നമ്മുടെ ഗോവിന്ദമാഷ് ഇത് പറയുന്നത്. 3000 പേരെ വിളിച്ചുള്ളൂ, പക്ഷെ 4000 പേര് വന്നിട്ട് തിങ്ങി നിറഞ്ഞ് വൻ വിജയമായിരുന്നു. അതും ലോകം ശ്രദ്ധിക്കുന്ന അത്രയും വിജയമായിരുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് 600 ചില്ലാനം പേരെ വന്നു എന്ന് പറയാൻ സാധിക്കില്ല, വരുത്തി. അതായത് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കുറെ പാവപ്പെട്ടവരായ ജീവനക്കാരെ കഴുത്തിലെ ടാഗ് അടക്കം കൊണ്ടുവന്ന് അതിനകത്ത് ഇരുത്തിയിട്ടാണ് മുഖ്യമന്ത്രിനെ ആളുണ്ടോ എന്നൊന്ന് വിശ്വസിപ്പിച്ചത് തന്നെ. ഈ 3000 പേര് വരുമെന്നും ബാക്കിയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ആവുന്നത്ര നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുമെന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ച വാസവൻ വരെ ഈ പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് കാലിയായിരുന്നു കസേര മുഴുവൻ. അല്ല, ഇവരുടെ പ്രസംഗവും പാർട്ടി കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇപ്പോ പഴയ പോലെ കാണികളില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ഈ അടുത്താണ് ഒരു പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇതെന്തൊരു കഷ്ടമാണ്, ആൾക്കാരില്ലല്ലോ വേദിയിൽ എന്ന് പറഞ്ഞിട്ട് പ്രസംഗത്തിൽ തന്നെ ചൂടായത്. എന്താ കാരണം? നേരത്തെ മുഴുവനും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിരുന്നത് തൊഴിലുറപ്പുകാരെയും ആശാവർക്കർമാരെയും ഒക്കെ ആയിരുന്നു. അവരൊക്കെ ഇപ്പൊ സമരം കിടക്കുക. അതുകൊണ്ട് അവരെ ഒന്നും ഇനി കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് അവരെ വളച്ചു കൊണ്ടുവന്ന് ആകപ്പാടെ ഇരുത്തി തികച്ചു. എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത് പുറത്ത് നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുകയായിരുന്നു. ആരാ പുറത്തേക്ക് നിറഞ്ഞു കവിഞ്ഞിരുന്നത്? നിങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ട് സഹിക്കാൻ പറ്റാത്തവരുമല്ലോ, ശ്വാസം കിട്ടട്ടെ ഓക്സിജൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിന്നതുമല്ലോ സജി ചെറിയാൻ കണ്ടു കാണുമായിരിക്കും. എന്നാലും ഇങ്ങനെ മനുഷ്യരെല്ലാം കണ്ട ഒരു സംഗതി അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആ കഴിവുണ്ടല്ലോ, അതിനാണ് നിങ്ങൾക്ക് അവാർഡ് തരേണ്ടത്. ചില മാധ്യമങ്ങൾ നന്നായി തന്നെ ആ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രചരണവും വാർത്തയും നൽകി. ചില മാധ്യമങ്ങൾ അത് ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നടത്തി. ഏതാണ് ആ ചില മാധ്യമങ്ങൾ? മൊത്തം ആൾക്കാരുണ്ടെന്നും വലിയ രീതിയിൽ ഇത് ഭയങ്കര ഭക്തന്മാരുടെ പങ്കാളിത്തമുള്ള ഒരു പരിപാടിയായിരുന്നെന്നും വൻ വിജയമായിരുന്നു എന്നൊക്കെ തള്ളിക്കൊണ്ടിരുന്ന ആ ചില മാധ്യമങ്ങൾ ഏതാ? ഒരു ഊഹവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഓപ്ഷനും തരാതെ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, കൈരളിയും ദേശാഭിമാനി, വേറെ ആരും അങ്ങനെ തള്ളില്ല. അതിന്റെ ആവശ്യം ബാക്കി ആർക്കും ഇല്ല. യഥാർത്ഥത്തിൽ കാലിയായിട്ട് അവിടെ കാണിച്ച കസേരകൾ മുഴുവൻ AI ആണ് എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായില്ലേ? AI ചെന്നൈ അവിടെ ഇരുന്ന ആളുകളെയൊക്കെ വീഡിയോയിൽ ഇങ്ങനെ മായ്ച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ AI വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഏത് AI ആണെന്ന് തമ്പുരാനും മാത്രം അറിയാം. സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ ആളില്ലായിരുന്നു, അപ്പൊ അതൊക്കെ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും കയ്യിലുണ്ടായിരുന്ന AI വേറെയായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ഈ കസേരകളൊക്കെ എടുത്ത് അതിനകത്ത് ആൾക്കാരെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചു. അങ്ങനെ അവർ ആ രീതിയിൽ വാർത്ത കൊടുത്തു. അപ്പൊ അവരങ്ങനെ ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു സംഗതി എന്നാണ് പറയുന്നത്. അത് ആടിനെ പട്ടിയാക്കുക, ഞങ്ങൾ എന്ത് ചെയ്താലും അതിനെ ജയ് വിളിക്കുക, ഞങ്ങൾ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞാലും മിണ്ടാതിരിക്കുക എന്നതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ബാക്കി യാഥാർത്ഥ്യം എന്ത് എന്നത് ജനങ്ങളെ കാണിച്ച മാധ്യമങ്ങൾ ആരാണെന്നാ പറയുന്നത്? ഇത് നിങ്ങൾ കണ്ടാ മതി, ഇത് നിങ്ങൾ കണ്ടറിഞ്ഞാ മതി. സത്യം ജനങ്ങളെ കാണിക്കുന്ന മാധ്യമങ്ങളോട് ഇവരുടെ നിലപാടെന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശബരിമലയിൽ പമ്പയിൽ നടത്തിയ പ്രസംഗത്തിൽ അക്കമിട്ട് ഈ 9 വർഷക്കാലം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടി നൽകിയ സഹായം, ഗവൺമെന്റ് കൊടുത്ത സഹായം
ഇവിടെ നടന്ന് പറഞ്ഞിരുന്നത് ശബരിമലയിലെ പണം സർക്കാർ വാങ്ങിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കണക്കവിടെ അവതരിപ്പിച്ചത്. ശബരിമലയ്ക്ക് വേണ്ടി മാസ്റ്റർ പ്ലാൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. 9 വർഷമായിട്ട് ചെയ്യാത്ത ടീം ഇനി ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇനി തിരുവനന്തപുരത്ത് വേറൊരു യോഗം കൂടി കൂടുകയാണ്. ശബരിമലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ഭയങ്കര സമർത്ഥമായിട്ട് പിണറായി വിജയൻ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഈ മുഖ്യമന്ത്രിയുടെ സമർത്ഥമായ കണക്കിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടായിരുന്നോ? അദ്ദേഹം പിച്ചി പറഞ്ഞ ആ കണക്കുകളെല്ലാം കൂടി നമ്മൾ ഏകദേശം കൂട്ടി നോക്കുകയാണെങ്കിൽ 2300 കോടി രൂപയോളം ഈ ശബരിമലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്ര വികസനത്തിന് വേണ്ടി നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 വർഷത്തെ കണക്കാണ് പറയുന്നത്. LDF ഭരണത്തിൽ കയറിയതിനു ശേഷം ക്ഷേത്ര വികസനങ്ങൾക്ക് വേണ്ടി ഏകദേശം ഇത്രയും കോടി രൂപ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കണ്ടോ ദേവസ്വം ബോർഡിന്റെ കാശ് ഞങ്ങൾ എടുക്കുന്നെന്നാ പറഞ്ഞത്. അങ്ങനെയല്ല സത്യം. എന്താണ് അപ്പൊ സത്യം? സത്യം ഇദ്ദേഹം പറയുന്നതാണോ? ക്ഷേത്രങ്ങളുടെ നിയമപ്രകാരം ക്ഷേത്ര പുനരുദ്ധാരണത്തിന് എവിടെ നിന്നാണ് പൈസ എടുക്കേണ്ടത്? അത് സർക്കാർ ഖജനാവിൽ നിന്നാണോ? അല്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ബോർഡിന്റെ ഫണ്ട് യൂസ് ചെയ്യേണ്ടത് 100% ക്ഷേത്രത്തിന്റെ ഇതുപോലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന്റേതാണ്. ദേവസ്വം ബോർഡ് ചെയർമാനാണ് അവിടെ വരുന്ന എല്ലാ ഫണ്ടിന്റെയും ഉത്തരവാദി. ദേവസ്വം ബോർഡ് ചെയർമാൻ അറിയാതെ, അദ്ദേഹം ഒപ്പിടാതെ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് വേറൊരു രീതിയിലും ചെലവഴിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടത്തെ ക്ഷേത്രങ്ങൾക്കുള്ള സ്വത്ത് എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ദ്വാരപാലകന്മാരെ പൊതിഞ്ഞ സ്വർണത്തിൽ നിന്നും 4 കിലോ സ്വർണം മുഖ്യ കഥ നിങ്ങളൊക്കെ കേട്ടല്ലോ. ആരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? ആ കൊണ്ടുപോയി ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയി റിപ്പയർ ചെയ്തതിന്റെ ഇടയ്ക്ക് ഉരുകിപ്പോയ സ്വർണ്ണമാണ് അത്ര ഈ 4 കിലോ സ്വർണം. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യം പിടിച്ച സ്ഥലമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഭക്തന്മാരെല്ലാം അവർക്കുള്ളതിൽ നിന്നും കൊടുക്കുന്ന സംഗതികളെല്ലാം പോയി ചേരുന്നത് ഈ ദേവസ്വം ബോർഡിലേക്കാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് പുറത്തു നിന്നും കടമെടുക്കുന്നത്? ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംഗതി ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ട് കാലം എത്രയായി? നിങ്ങൾ ഹിന്ദുക്കൾ ആരെങ്കിലും അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിലൊന്നും ഇടപെടാത്തത്? നിങ്ങളുടെ ആരാധനാലയത്തിന്റെ കാര്യമല്ലേ. ഇദ്ദേഹം ഇങ്ങനെ ഒരു പച്ചക്കള്ളം ഞാൻ ഈ പറയുന്ന ഖജനാവിൽ നിന്നെടുത്ത് ക്ഷേത്രങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിന്റെ ആധികാരികതയെ കുറിച്ച് സംസാരിക്കാനോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും മുന്നോട്ട് വരാത്തത്? അത് തന്നെ ഏറ്റുപാടുകയാണ് സജി ചെറിയാനെ പോലുള്ളവർ. ഇവർ ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് സത്യമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കും. പരദൂഷണം പറയുന്നവർക്കുള്ള കഴിവാണത്. ആ കഴിവ് കൊണ്ടാണ് ഇത്രയും ഇവരെത്തിയത്. ഈ കാലഘട്ടത്തിലും അവർ പ്രയോഗിക്കുന്നത് അതേ കഴിവാണ്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചെയ്തില്ലെന്നാ പറയുന്നത്. അതെ, ഉമ്മൻചാണ്ടിക്ക് ഇത്രയധികം കക്കാനും നിൽക്കാനും ഒന്നും അറിയില്ലായിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ പിഴവ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. 1 രൂപയുടെ നല്ലൊരു ടോയ്ലറ്റ് അവിടെ പണിതിട്ടുണ്ടോ? ഈ ലക്ഷക്കണക്കിന് ശബരിമല ഭക്തന്മാരോട് ഇത്ര സ്നേഹമുള്ളവരെന്താ? BJPയുടെ സംസ്ഥാന നേതാക്കന്മാര്, കേന്ദ്രമന്ത്രിമാരായിരിക്കുന്നവരെന്താണ് അവിടെ ഒരു ടോയ്ലറ്റ് അല്ല പണിത് കൊടുക്കാത്തത്? ശബരിമലയ്ക്ക് വേണ്ടി 1 രൂപ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. കണ്ടോ, കേന്ദ്രത്തിന്റെ മന്ത്രിമാർ വരെ ഇവിടെ ഉണ്ടായിട്ട് ശബരിമലയിൽ ടോയ്ലറ്റ് പണിത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ആരാണ് ചോദിക്കുന്നത്? ദേവസ്വം ബോർഡ് അടക്കം കക്ഷത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭയുടെ അംഗമായ ഒരു മന്ത്രിയാണ് ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിമാരും വരെ കേരളത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഭയങ്കര ആചാര സംരക്ഷകരാണ്, ഹിന്ദുക്കളുടെ ഒപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളത്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുന്ന കുറെ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കുടുംബങ്ങളിൽ ഉണ്ടാവും. അവര് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ അവരത് ചെയ്യില്ല. ചെയ്യാതിരിക്കാൻ മടി പിടിച്ചിട്ട് അവർ പല എക്സ്ക്യൂസസും അവർ പറയും. എന്നിട്ട് വേറെ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയും നീ ചെയ്തു കൊടുത്തോ, എന്നിട്ട് നീ സംസാരിക്കുന്നു പറയും. അവരെന്തിനാ ചെയ്തു കൊടുക്കുന്നത്? ഇവരെ വീട്ടിൽ ചെലവിന് കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കേന്ദ്ര സർക്കാർ വേണം എല്ലാം ചെയ്യാൻ. കണ്ടോ, 9 വർഷം ഭരിച്ചിട്ട് ഇപ്പോഴാണ് ശബരിമലയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇവർക്ക് നമ്മൾ 2 തവണ ചാൻസ് കൊടുത്തു. 2 തവണ ഭരിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം 3ാമതൊരു തവണ കൊടുത്താൽ ചെയ്തു തരാമെന്ന്. എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ടോയ്ലറ്റ് ഇതുവരെ ചെയ്യാൻ 9 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഈ കഴിഞ്ഞ എല്ലാ വകുപ്പുകളും കയ്യിലിരിക്കെ പണത്തിനും യാതൊരു കുറവും ഇല്ല എന്നിരിക്കെ, ഇവർക്ക് കുറവുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, കട്ട് കുറവുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, ഇല്ലാതിരിക്കെ ഒരു ടോയ്ലറ്റ് പോലും കൃത്യമായി പണിയാത്ത ഇവർ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഇതിന് നിങ്ങൾ എങ്ങനെയാ മറുപടി പറയുന്നത്? ശബരിമലയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു റോഡ് കേന്ദ്ര ഗവൺമെന്റ് 10 പൈസ കൊടുത്തിട്ടുണ്ടോ? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 10 പൈസ കൊടുത്തിട്ടുണ്ടോ? എന്താണ് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ അംഗീകരിക്കേ. 1250 1300 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ കേരള സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ 2 മാസം കൂടി ക്യാബിനറ്റ് അംഗീകരിച്ചു. സംസ്ഥാന ഗവൺമെന്റ് അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ പോകുന്നു. ആ നടപ്പാക്കുമ്പോ 2 മാസവും കൂടെ കഴിഞ്ഞിട്ട് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ പോവുക. അതിനുവേണ്ടിയാ സംഗമം നടത്തിയത്. സംഗമം എന്തിനു വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ?
ഇവരുടെയൊക്കെ ആൾക്കാരുടെ വായിൽ നിന്ന് തന്നെ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വീണ് കിട്ടിയതായിരുന്നു. എന്തിനാണ് ഇവർ സംഗമം നടത്തിയത്? സത്യത്തിൽ ഇവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തിയത്. പ്ലാറ്റിനം സ്വാമി, ഗോൾഡ് സ്വാമി, സിൽവർ സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ആ മല ചവിട്ടാൻ പറ്റും. ആ രീതിയിലാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ. കൂടുതൽ കാശ് കൊടുക്കുന്നവൻ കൂടുതൽ വലിയ സ്വാമി. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇതുവരെ അയ്യപ്പനെ കാണാൻ ചെല്ലുന്നവരെല്ലാവരും സ്വാമിമാരായിരുന്നു. തത്വമസി എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ അത് നീ ആകുന്നു എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റി മനുഷ്യരെ പണം കൊണ്ട് പല തട്ടുകളിൽ നിർത്തുന്ന രീതിയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനാണ് ഇവരവിടെ സംഗമം നടത്തിയത്. അത് കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ്. കേന്ദ്രം ശബരിമലയിലേക്ക് റോഡ് പോലും നൽകില്ല എന്നാണ് പറയുന്നത്. ഇന്ന് ഈ കേരളത്തിലുള്ള റോഡുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് നോക്കുക. ഇതിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡുകൾ ഏതൊക്കെ ഉണ്ടെന്നും നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ തന്നെ പൊതുമരാമത്തിന്റെ റോഡുകളും നോക്കുക. കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈകാതെ ഈ എറണാകുളത്ത് തന്നെ ഇറങ്ങി ഓരോ റോഡും ഞാൻ കവർ ചെയ്യാൻ അതിനുവേണ്ടി മാത്രം പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതാണ് വൈകാതെ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10 കണ്ടന്റ് 10 വീഡിയോ എന്റെ വീണ്ടും ഈ പരിസരത്തു നിന്ന് മാത്രം ഞാൻ എടുത്തു തരാം. അത്രയ്ക്ക് അസഹനീയമാണ് ഇദ്ദേഹം പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇവരുടെ റോഡ്. ആകെ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇവരുടെ കള്ളത്തരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നത്. വിശദമായ ചർച്ച വേണം. ഇതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ ശബരിമല ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യോ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം നടത്താനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കണ്ടോ, വിശ്വാസികളെ ചോദ്യം ചെയ്യാറില്ല. ചോദ്യം ചെയ്യാത്ത ഇവരാണ് ഒരു കോടതി വിധി വന്നതോടെ വിശ്വാസികൾ എതിരാണ് എന്ന് അറിഞ്ഞുകൊണ്ടും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അവിടെ 2 യുവതികളെ മല ചവിട്ടിച്ചത്, അല്ലെങ്കിൽ അവിടെ നിർബന്ധിച്ച് അങ്ങനെ ഒരു സംഗതി ഇവർ ചെയ്തത്. ഇവർ വിശ്വാസികൾക്കെതിരല്ല, വിശ്വാസികൾക്കെതിരേ അല്ല എന്നാണ് പറയുന്നത്. വിശ്വാസികളെ ചോദ്യം ചെയ്യാറില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് തോന്നുന്നു ഈ തൊലിക്കെട്ടി കൊണ്ടാണ് നിങ്ങളൊക്കെ ഇത്രയും ഒരു ലെവലിൽ അത് നിൽക്കുന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാന്യതയുള്ള മര്യാദയുള്ള ഒരു മനുഷ്യന് ഞാൻ ചെയ്തൊരു സംഗതി ഒരു ഉറപ്പില്ലാതെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരാൾക്ക് പറ്റില്ല നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരനാവാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു. നിങ്ങൾ തന്നെയല്ലേ അന്ന് നിയമസഭയിൽ അത്രയധികം ബഹളങ്ങൾ അവിടെ ഉണ്ടായി. ലൈവായിട്ട് ആൾക്കാർ കണ്ട ഒരു സംഗതി കണ്ടില്ല എന്ന് പറയുന്നത്. ശിവൻകുട്ടി പറയുന്നത് ബോധം കെട്ട് കിടക്കുമായിരുന്നു. അദ്ദേഹം ആ മുണ്ട് പൊക്കി ബെല്ലാരി രാജ ഡാൻസ് കളിച്ചത് കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാ ഞാനടക്കം. നിങ്ങളൊക്കെ എത്ര പേര് കണ്ടു കാണും? എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ നിങ്ങൾ ചെയ്തൊരു സംഗതി നിങ്ങൾ ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഇപ്പൊ തന്നെ ഈ മെഴുകി ഇങ്ങനത്തെ ഒരു ഭാവമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ സജി ചെറിയാൻ. ഈ മെഴുകി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് കഴിഞ്ഞ് ഹിന്ദുക്കളുടെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സംഗമം കണ്ടതോടുകൂടി ചെറുതായിട്ടൊന്ന് പതറി. ഇനി എങ്ങാനും നമുക്ക് പണി കിട്ടിയോ, അതേപോലെ തന്നെ കനലും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരുമോ? അപ്പൊ അങ്ങനെയൊന്നും അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ അത് ചെയ്യാൻ പോവാ, നമ്മൾ ഇത് ചെയ്യാൻ പോവാ. ഇതുവരെ കഴിഞ്ഞതൊക്കെ വിട്ടേക്ക്. ഇനി 2 മാസത്തിനുള്ളിൽ നമ്മൾ വിരിവെക്കാൻ സ്ഥലം കൊണ്ടുവരും, റോഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കും. KSRTC ഇഷ്യൂ അതിനെപ്പറ്റി മിണ്ടുന്നില്ല, അപ്പൊ അത് മാറ്റാൻ ഉദ്ദേശിച്ചില്ല. ബാത്റൂം അതിനെപ്പറ്റി മിണ്ടുന്നില്ല, കേന്ദ്രം തരണമെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഒരു ചാൻസും കൂടി കൊടുക്കൂ എന്നതിന്റെ താഴ്മ പൂർവ്വമായിട്ടുള്ള മെഴുകലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇത് റിയലൈസ് ചെയ്തിട്ടൊന്നുമല്ല. ഇവരിപ്പോഴും ഇവരുടെ നിലപാട് മാറ്റിയിട്ടില്ല. യുവതി പ്രവേശനത്തിനെ അനുകൂലിച്ചതോ അതിനുവേണ്ടി വാശി പിടിച്ചതോ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് പശ്ചാത്തപിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളോട് അല്ലെങ്കിൽ ഭക്തരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നൊരു വാക്ക് ഇവർ അറിവായിന്ന് വന്നിട്ടില്ല. ഇവരുടെ നിലപാട് ഇപ്പോഴും അതല്ല. ഇവരിപ്പോഴും പഴയ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഈ പറയുന്ന ദേവസ്വം ബോർഡ് കക്ഷത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ സംഗമം നടത്തി ഞങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇവർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നത് 100% ചോറ് നിന്ന മനുഷ്യന് മനസ്സിലാവും. എന്തിനാണ് ഇവര് വിരളി പൂളുന്നത്? ഇന്നലെ പന്തളത്ത് നടത്തിയ ഒരു സംഗമം, ആ സംഗമത്തിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. കേരളത്തിൽ ഇത്രമാത്രം വർഗീയത വളർത്താൻ താല്പര്യപൂർവ്വം അതുകൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ചില പ്രശ്നങ്ങളല്ലേ ഇന്നലെ നടന്നത്? കണ്ടില്ലേ, വർഗീയതയാണ് ഹിന്ദുക്കൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ പ്രസംഗിച്ചതെന്നാണ് പറയുന്നത്. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ച വർഗീയത? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഹിന്ദുക്കൾ കൂടുന്ന സമയത്ത് അവർ അവരുടെ അമ്പലത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക, അവരുടെ ദൈവത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക, അവരുടെ വിശ്വാസങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുക. അതിനകത്ത് അവരുടെ ചരിത്രം ഉണ്ടാവാം, ഐതിഹ്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ താങ്കൾക്ക് വർഗീയതയാണോ? ഇത് തന്നെ വേറെ ഏതെങ്കിലും മതക്കാർ ഇവിടെ കൂടിക്കഴിഞ്ഞാലോ അവർ ഇതുപോലുള്ള പ്രോഗ്രാംസ് ചെയ്തു കഴിഞ്ഞാലോ എന്താണ് താങ്കൾ അത് പറയാത്തത്? എന്ത് വർഗീയത പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിന്ദുക്കൾ ഇവിടെ അവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചാൽ മാത്രം അത് CPM-ന് വർഗീയതയാവുന്നത് എങ്ങനെയാണ്? എനിക്ക് കുറെ കാലമായിട്ടുള്ള ഡൗട്ടാണിത്. ബാക്കി ആർക്കും ഈ പ്രശ്നമില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ പള്ളിയിലൊന്നും കയറി പിൽഗ്രിം സെന്റർ, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കുണ്ട് കേരളത്തിൽ. മുസ്ലിങ്ങളുടെ പള്ളികൾ ഇവിടെ ഉണ്ട്. അവിടെ ഒന്നും കയറി സംഗമം നടത്തുന്നില്ലല്ലോ. അവിടെ ഒന്നും കയറി ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ഇവർ വരുന്നില്ലല്ലോ. അതിനുള്ള ധൈര്യം ഇവർക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് അയ്യപ്പന്റെ നെഞ്ചത്തേക്ക് തന്നെ 24 മണിക്കൂറും കയറാൻ ഇത്രയും ധൈര്യം ഇവർക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം തുടക്കത്തിൽ ചോദിക്കുകയാണ്, ഇവര് വിരളി കൊണ്ടിങ്ങനെ നടക്കുന്നത് എന്തിനാണ്? ഇവർക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം വരുന്നത്? അല്ലെങ്കിൽ ഇവരെന്തിനാണ് വികാരത്തിൽ വരുന്നത്? അങ്ങനെയാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. പിന്നെ അവരുടെ ആരാധനാലയം ആവുമ്പോൾ ആര് വികാരം കൊള്ളണമെന്നാണ് താങ്കൾ പറയുന്നത്? താങ്കൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ശബരിമല എന്ന് പറയുന്നത് ആർക്കും കയറി ചെന്ന് തോന്നുന്നതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നോ?
താങ്കളുടെ പാർട്ടിക്കാരനായ ബ്രിട്ടാസ് പറഞ്ഞത് ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അതൊരു ഹിന്ദു ക്ഷേത്രമല്ല. അത് അയാളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഇതൊക്കെ തീരുമാനിക്കാൻ എങ്ങനെയാണ് ദൈവമില്ല, ഭക്തിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് എല്ലാം ഒരു മിത്താണ് എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഒരു ഭക്തരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഭക്തരോട് ഈ രീതിയിൽ സംസാരിച്ചാൽ നാളെ അവർ റോഡിലിട്ട് നമ്മളെ തല്ലും എന്ന ഭയം പോലും നിങ്ങൾക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്ന പേടി നിങ്ങൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലുള്ളവർ പ്രബുദ്ധരാണ് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടിയിട്ടായിരിക്കാനുള്ള മുൻകരുതലാണോ? ഒരു ഡൗട്ട് ചോദിച്ചതാ. പിണറായി വിജയനെ മോശപ്പെടുത്താൻ പാടില്ല, ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ പാടില്ല. ഒരു കോടതി വിധി വന്ന പാടെ ഭക്തരുടെ വികാരങ്ങൾ മാനിച്ച് ഭക്തർക്ക് അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഒരു കലാപം ഇവിടെ ഉണ്ടാകാം എന്നതിനെ മുൻകൂട്ടി കാണാതെ വാശി പിടിച്ച് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി CPM-ന്റെ നിലപാടെന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കാൻ രാഷ്ട്രീയത്തോടെ ഒരു കാര്യം ചെയ്ത മുഖ്യമന്ത്രി, അവരുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ശബരിമലയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നാമജപ സമരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് ഓരോ പ്രായമുള്ള അമ്മമാര് അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് കാണും. എന്തൊരു ദാഷ്ട്യത്തോടു കൂടിയാണ് അന്ന് നിങ്ങളുടെ പോലീസ് ഇടപെട്ടത്, എന്തൊരു അടിയാണ് നിങ്ങൾ അവരെ അടിച്ചത്. ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്നെ അവർ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അഹങ്കാരമല്ലേ നിങ്ങൾ കാണിക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ക്രിസ്ത്യൻ പള്ളികളിൽ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇത് മുസ്ലിം പള്ളികളിൽ കാണിക്കുന്നില്ല? അവിടെ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ എത്രയോ വലിയ തലപ്പത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അടി കൊണ്ട് ഉടണ്ടി വരുമെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഒക്കെ കാണിച്ചിട്ട് അത് അവർ പ്രസംഗിക്കാൻ പാടില്ല, അത് അവർ പറയാൻ പാടില്ല എന്നാണോ പറയുന്നത്? അപ്പോഴെന്താ നിങ്ങൾ എന്തോ തോന്നിവാസം കാണിച്ചാലും, നിങ്ങൾ അടുക്കളയെ കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റി നാട്ടിയാലും, ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് കയറി നിങ്ങൾ തോന്നിവാസം കാണിച്ചാലും ഞാൻ മിണ്ടാതിരിക്കണോ? മലയാളിയുടെ ഈ സഹിഷ്ണുതയാണ് ഇത്രയും വർഷം CPM-നെ കേരളത്തിൽ വെച്ചുറപ്പിച്ചത്. അതുകൊണ്ടാണ് കേരളം ഇപ്പോഴും ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലായില്ല? ഇവർ ഈ തോന്നിയവാസത്തിന്റെ അങ്ങേയറ്റം കാണിച്ചാലും ഇവരോട് ചോദിക്കാൻ പാടില്ല, ഇവരോട് പറയാൻ പാടില്ല. തഗ് ലൈഫ് വിട്ട് കൈയടിച്ച് ജയ് സഖാവെ എന്നും പറഞ്ഞു നിൽക്കുന്ന അടിമകളെ മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്കൊരു അടിമയാകണോ? പിണറായി വിജയനെ മോശപ്പെടുത്തിയും ഗവൺമെന്റിനെ മോശപ്പെടുത്തിയും പക്ക രാഷ്ട്രീയമല്ലേ പറഞ്ഞത്? അവിടെ സംഘടിപ്പിച്ച യഥാർത്ഥ ഭക്തന്മാരുടെ സംഘമായിരുന്നെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്? ശബരിമലയുടെ വികസനത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കുറവ് കാണിച്ചു അത് പറഞ്ഞാൽ പോലെ, അത് പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ പോലെ. അപ്പോ അവിടെ നടന്നത് ഭക്തരുടെ സംഘമൊന്നുമല്ല, അവിടെ BJP-യുടെ സംഘമാണെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഭക്തരുടെ സംഘമാണെന്നുണ്ടെങ്കിൽ എന്തിനാ രാഷ്ട്രീയം പറഞ്ഞത്? രാഷ്ട്രീയം കൊണ്ടൊന്ന് കുത്തി കയറ്റിയത് നിങ്ങളല്ലേ? നിങ്ങൾ CPM-ന്റെ നിലപാടല്ലേ യുവതി പ്രവേശനത്തിൽ കാണിച്ചത്? അല്ലാതെ സർക്കാരിന്റെ നിലപാടാണോ? നിങ്ങൾക്ക് നെഞ്ചി കൈവച്ച് പറയാമോ? നിങ്ങളുടെ CPM-ന്റെ നിരീശ്വരവാദവും ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയാണ് നിങ്ങൾ അവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഒരു മനുഷ്യരോടും സമരസപ്പെട്ട് ശീലമില്ല. നിങ്ങൾക്ക് എല്ലാ മനുഷ്യരെയും വെല്ലുവിളിച്ച് നിന്നു മാത്രമാണ് ശീലം. അതേ വെല്ലുവിളി തന്നെയാണ് ഭക്തരോട് നിങ്ങൾ കാണിച്ചത്. അവരത് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, അത് BJP-യുടെ സമ്മേളനമാണ് നടന്നത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതെ, ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും വെറുപ്പിച്ച് നിങ്ങൾ BJP-യുടെ ആ ഒരു കോട്ടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കെതിരെ കൂടുന്ന എല്ലാ ഭാഗത്തും BJP-യുടെ സംഗമം തന്നെയാണ് നടക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ക്ഷമിക്കാൻ പറ്റാതെ, വെറുത്ത് സഹിച്ച് ക്ഷമിക്കാൻ പറ്റാതെ മനുഷ്യരെല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. ആ കാര്യത്തിൽ സന്തോഷിച്ചോ? ശബരിമല അയ്യപ്പനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാനാണ് UDF-ഉം BJP-യും കേരളത്തിൽ ശ്രമിച്ചതെങ്കിൽ അത് പരാജയപ്പെട്ടു മാത്രമല്ല, ശബരിമലയുടെ യഥാർത്ഥ ഭക്തന്മാർ, വിശ്വാസികൾ ആരാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവരെ ഞങ്ങൾ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. കണ്ടില്ലേ? ദൈവമില്ല, വിശ്വാസമില്ല, ഇതെല്ലാം വെറും മായയാണ്, നിരീശ്വരവാദമാണ് വലിയൊരു സംഗതി എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഇവര് പറയുമത്രേ ആരാണ് വിശ്വാസികളെന്ന്. ഇവര് പറയും. മുഖ്യമന്ത്രി കയറിയിരുന്ന് ഗീത എടുത്ത് വെച്ച് വായിച്ച് പ്രസംഗിക്കുവാണ് ഒരു ഭക്തൻ ഇങ്ങനെ ആയിരിക്കണമെന്ന്. എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് പറയാൻ? നിങ്ങളൊരു ഭക്തനാണോ? ഏതെങ്കിലും രീതിയിൽ ഭക്തി നിങ്ങൾ ആരോടെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തിനാ കയറി ഇടപെടുന്നത്? സത്യം ഞാൻ അതാ ചോദിക്കുന്നത്. പണ്ട് ഈ പറഞ്ഞ പോലെ പാർട്ടി വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഇടപെടുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അതുപോലെ തന്നെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ സത്യത്തിൽ നിരീശ്വരവാദികളായി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ല. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ക്ഷേത്രം അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നവൻ മിനിമം ആ ക്ഷേത്രത്തിനെ ബഹുമാനിക്കാൻ അറിയുന്നവനും ഒരു മിനിമം ഭക്തിയുള്ളവനുമായിരിക്കണം. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ വിഷയം വരുന്ന സമയത്ത് വഖഫ് ബോർഡിന്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മുസ്ലിം ആയിരിക്കണം എന്നതാണല്ലോ നിങ്ങളുടെ വ്യവസ്ഥ. കേന്ദ്ര സർക്കാർ ഒരു ഇതര മുസ്ലിമിനെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല. കാരണം വിശ്വാസം, മതം എന്ന് പറഞ്ഞൊരു സംഗതി ആവുമ്പോ അതിനകത്ത് അതേ വിശ്വാസമുള്ള ആള് വേണമെന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കാര്യം വരുമ്പോൾ മാറി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മാറി പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ ദേവസ്വം ബോർഡ് മന്ത്രി, പഴയ ദേവസ്വം ബോർഡ് മന്ത്രി, ഒരു നിമിഷം അയ്യപ്പനെ ഒന്ന് കാണാൻ വേണ്ടി അത്രയും പാടുപെട്ട് ആഗ്രഹിച്ചു വന്നേക്കുന്ന ആളുകളുടെ മുമ്പിൽ, ആ നടയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കയ്യും കെട്ടി നിന്നവനാ. എന്താ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം? എന്താണ്? എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇവിടത്തെ ഭക്തർ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? നിങ്ങളുടെ ഈ ധാർഷ്ട്യം കാണാനോ? നിങ്ങളുടെ അഹങ്കാരം കാണാനോ? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാനോ?
ഇതിനുവേണ്ടിയാണോ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? ശബരി റെയിലിന് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ പൈസ കൊടുക്കാത്തത്? വിഷമം മുഴുവനും കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അതൊക്കെ കിട്ടാത്തതിലാണ്. ശബരി റെയിലിന് വേണ്ടി എന്താണ് പൈസ കേന്ദ്രം തരാത്തത്? ഇതാണ് മെയിൻ ഇഷ്യൂ. കേന്ദ്രം തരണം, ഞങ്ങൾ ഇവിടുന്ന് ചെലവാക്കും. ഇതാണ് മെയിൻ കാര്യം. എന്റെ ബലമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കാട്ടുകള്ളന്മാർ ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രം കേന്ദ്രം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. എന്നാലേ അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടൂ. അല്ലെങ്കിൽ പലവായി പോകും. ഇപ്പൊ പോകുന്ന പോലെ ദ്വാരപാലകന്റെ 4 കിലോ എവിടെയെന്ന് അറിയില്ല. ഇനി അടുത്തത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ. 2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ഇനിയും വോട്ട് കുത്തിയാൽ അടുത്ത ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സജി ചെറിയാൻ വരുന്നതായിരിക്കും. ഇദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് സത്യത്തിൽ ഉള്ളി ഒലിച്ച പോലെ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോകാൻ കഴിയാത്തത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഇതിനുമൊക്കെ ശേഷം ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഒന്നുകൂടെ കണ്ടോ. തുടർ ഭരണം വീണ്ടും വരാൻ പോകുന്നു. നിങ്ങൾ എഴുതി വെച്ചു കൂട്ട ആത്മഹത്യ കേരളത്തിൽ UDF-നകത്തും BJP-ക്കകത്തും നടക്കാൻ പോവാ. എഴുതി വെച്ചു. മുഖ്യമന്ത്രിയുടെ കുപ്പായിട്ടവരൊക്കെ കയർ എടുത്തോണ്ടിരുന്നു. ഇപ്പൊ കയർ കോൺഗ്രസിനാണ് ഞാൻ വന്നത്. ആ കയർ എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ ഇവിടെ വെച്ച് പറയുന്നു. 100% കേരളത്തിലൊരു 3ാം ഭരണം ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് 3ാം ഭരണം വരാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. യാതൊരു സംശയമില്ല. അതെ, 3ാം പിണറായി സർക്കാർ വരും. അതിന്റെ തെളിവാണ് അയ്യപ്പ സംഗമത്തിന് വന്ന 600 പേർ. ആ 600 പേരെയും കൊണ്ടാണ് സത്യത്തിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ടിയും ഇനി കേരളം പിടിക്കാൻ വേണ്ടി പോകുന്നത്. അവരാണ് ഭക്തർ. അവരെ വെച്ച് ചർച്ച ചെയ്തിട്ടാണ് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരാൻ പോകുന്നത്. അവരെ വെച്ചാണ് ഇനി കളി മുഴുവൻ. സത്യത്തിൽ ഇവരുടെ പരിപാടിക്ക് ഇങ്ങനെ നിർബന്ധിച്ച് കുറെ സർക്കാർ ജീവനക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അവര് പോലും ഇവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. വെറുപ്പിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അവിടെ പണി കൊണ്ട് നിന്ന് തിരിയാനായിട്ടുള്ള ഇതില്ല. അതിനും ഇടയ്ക്ക് ഇയാൾ പ്രസംഗിക്കുന്നിടത്തൊക്കെ പോയിരിക്കണം. പത്രക്കാരെ കാണിക്കാൻ വേണ്ടി, ആളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. ഇത്രയും നാൾ ഈ ഗതികേട് ആശാ വർക്കർമാർക്കും തൊഴിലുറപ്പുകാർക്കും ഒക്കെ ആയിരുന്നു. അവര് രക്ഷപ്പെട്ടു. അവര് സമരം കിടക്കുന്നുണ്ട്, അവർക്ക് വരണ്ട. അവരോട് ഇനി രാഷ്ട്രീയം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പോയി പണി നോക്കെന്ന് പറയും. ഇനിയിപ്പം സർക്കാർ ജീവനക്കാരെ രക്ഷയുള്ളൂ. അവരെ പേടിപ്പിക്കാമല്ലോ. അത് തരില്ല, ഇത് തരില്ല, മറ്റേ തരില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട്, ഗതികേടിന്റെ അറ്റമായതുകൊണ്ട്, ഇവര് ഭരിക്കുന്നത് കൊണ്ട് നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് പിണറായി വിജയന്റെ അടുത്ത സർക്കാർ വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അയ്യപ്പ സംഗമം എങ്ങനെ ഉണ്ടായിരുന്നു? പിണറായി വിജയൻ 3ാമതും വരുവോ? ഈ പറഞ്ഞതുപോലെ BJP-യും UDF-ഉം ഒക്കെ അങ്ങ് മരിച്ചു പോവോ? സജി ചെറിയാനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.